ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിൽ നിന്നും വ്യാജ ലഹരി കേസിൽ അറസ്റ്റിലായി 72 ദിവസം ജയിൽവാസം അനുഭവിച്ച ഷീല സണ്ണിയെ ആരും മറക്കാനിടയില്ല. കേസിൽ കോടതി കുറ്റവിമുക്തയാക്കിയിട്ടും മാനസികമായും സാമ്പത്തികമായും തകർന്ന ഷീല ഇപ്പോൾ എവിടെയാണ്? ഷീല സണ്ണി നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് 3-യിൽ അതിഥിയായി. സ്വാഗതം ഷീല. നമസ്കാരം. വലിയ ഒരു വേട്ടയാടലിന് ഇരയായ ആളാണ് താങ്കൾ. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോയിരുന്ന ഒരു സ്ത്രീ. വലിയ പോരാട്ടത്തിനൊടുവിൽ കോടതി താങ്കളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു. പക്ഷെ താങ്കൾ ഇപ്പോൾ എവിടെയാണ് എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എവിടെയാണ് താങ്കൾ? ഞാനിപ്പോ ഉള്ളത് മദ്രാസിലാണ്. ഇപ്പൊ ഇവിടെ ഒരു ഡേ കെയറിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് കഴിഞ്ഞ് ഞാൻ പുതിയതായിട്ട് പാർലറൊക്കെ തുടങ്ങിയതായിരുന്നല്ലോ. ആ പാർലറിൽ എനിക്ക് അത് വിജയിച്ചില്ല, വർക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പ്രശ്നത്തിന് ശേഷം എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഞാൻ കുറെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചു. പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഉണ്ടായി. അപ്പൊ എനിക്ക് അവര് തണലുകാരാണ് എനിക്കത് രണ്ടാമതും തുടങ്ങി തന്നത്. പക്ഷെ അത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല മുന്നോട്ട്. അപ്പൊ എനിക്കിങ്ങനെ അത് ഞാൻ പിന്നെ വേറെ ആൾക്ക് കൈമാറി. ഞാനിപ്പോ ഇവിടെ ചെന്നൈയിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും താങ്കൾ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. കേരളം വിടാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് താങ്കൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു കേരളത്തിൽ നിൽക്കുന്നത്? ഇല്ല 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 ഇല്ല, അങ്ങനത്തെ ഭീഷണി ഒന്നും ഉണ്ടായില്ല. നമുക്ക് ഞാൻ ഈ കേസ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതും പാർലർ തുടങ്ങിയപ്പോ അത് കസ്റ്റമറൊക്കെ ഭയങ്കര കുറവായി. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ ഏറ്റവും മെയിൻ കാരണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായി. പക്ഷെ അത് പാർലർ വെച്ചിട്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഈ കേസിനായി വന്ന് എനിക്ക് മാനസികമായിട്ടുള്ള, പിന്നെ കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലും കുറെ എന്നെ അറിയുന്ന വ്യക്തികളൊക്കെ നമ്മൾ ഈ കേസ് കഴിഞ്ഞിട്ടും എന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത്, അങ്ങനെ പിന്നെ കുടുംബക്കാരൊക്കെ അങ്ങനെയായിട്ട് എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കണം എന്ന് തോന്നി അവിടുന്ന്. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് മാറിയത്. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. തീർച്ചയായിട്ടും വ്യക്തമാണ് താങ്കളുടെ സാഹചര്യം. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മകനും മരുമകളും താങ്കൾക്കെതിരായിരുന്നു. താങ്കൾ അത് പല അഭിമുഖങ്ങളിലും പറഞ്ഞതാണ്. ഈ കേസിന് പിന്നിൽ മരുമകളുടെ അനുജത്തിയും സുഹൃത്തുമാണെന്ന കാര്യങ്ങളൊക്കെ ബോധ്യമുള്ളതാണ് എല്ലാവർക്കും. അവരല്ലാതെ മറ്റാരും കേരളത്തിൽ നിൽക്കാൻ പിന്തുണയുമായി താങ്കൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, നമുക്ക് അങ്ങനെ വേറെ ആരായിട്ടും നമുക്ക് പിന്തുണ ഉണ്ടായില്ല. മകൾ ഇപ്പോഴും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. പക്ഷെ വേറെ ആരും നമുക്ക് അങ്ങനെ എന്നിട്ട് ഈ പ്രശ്നം കഴിഞ്ഞ പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് കുറെ സ്ട്രഗിൾ അനുഭവിച്ചു. എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാതെ എനിക്കിപ്പോ അവര് നല്ല മനസ്സോടുകൂടി തണലുകാരെ എനിക്ക് തുടങ്ങി തന്നതാണ്. പക്ഷെ ഞാനും അത് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. രണ്ടാമതും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു കടക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അങ്ങനെ തുടങ്ങിയത്. പക്ഷെ എനിക്ക് അവിടെ ഇപ്പൊ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും മെയിൻ കാരണം, ഇപ്പൊ ആരൊന്നും ഒറ്റപ്പെടുത്തിയെങ്കിലും എനിക്ക് വിഷമല്ല. എനിക്ക് എന്നെ അറിയാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം. ഏറ്റവും മെയിൻ കാരണം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് കുറച്ച് ബാധ്യതയുണ്ട്. അപ്പൊ അത് തീർക്കണമെങ്കിൽ എനിക്ക് പാർലർ വെച്ചിട്ട് എനിക്ക് വാടക കൊടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയായിട്ടാണ് ചെന്നൈയിലേക്ക്, ഇവിടെ ഒരു ഡേ കെയറിലേക്ക് അങ്ങനെ വന്നത്. ഈ കേസിന്റെ പുതിയ അപ്ഡേഷൻ അതെന്താണ്? ഈ മയക്കുമരുന്ന് താങ്കളുടെ വണ്ടിയിലും ബ്യൂട്ടി പാർലറിലും ഒക്കെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ആളുണ്ടല്ലോ എക്സൈസിനോട്, അയാളോട് ഉടൻ ഹാജരാകണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ലഭിക്കുന്ന ആ വിവരങ്ങൾ എന്തൊക്കെയാണ് കേസിനെ കുറിച്ച്? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഇവിടെയാണല്ലോ, എനിക്ക് ഇങ്ങനെ വരുന്ന ന്യൂസ് എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ഇപ്പൊ ഹൈക്കോടതി ആളുടെ ജാമ്യാപേക്ഷ തള്ളി, അത് സുപ്രീം കോടതിയും തള്ളി. എന്നിട്ടും ഇതുവരെ ആളെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ എന്താ ഗൂഢാലോചന? ഇതിന്റെ കാര്യം പിന്നിൽ നടക്കാനായിട്ട് എനിക്കാണെങ്കിലും സാമ്പത്തികമായിട്ട് പറഞ്ഞില്ല, ആൾ ബലവും ഇല്ല, സാമ്പത്തിക ബലവും ഇല്ല.
ഒരു ഒറ്റപ്പെട്ട പറഞ്ഞ ഒരു ചെറിയ പാർലർ വെച്ചിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായ ആളാണ് ഞാൻ. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ കേസ്. ലഹരി പറഞ്ഞെങ്കിൽ എന്താണെന്നും കൂടി അറിയാത്ത ഒരു വ്യക്തിയാണ്. ഈ പാർലറും വെച്ച് ഞാൻ എന്റെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട്, നമുക്കിപ്പോ പല കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു തെറ്റായ വഴിയിൽ നമ്മൾ ഒരു പൈസ നമ്മൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല. അധ്വാനിച്ച് തന്നെ എത്ര കാലം ജീവിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ, അതൊരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു കേസ് വരിക പറഞ്ഞെങ്കിൽ അത് സമൂഹത്തിലും എന്തോ എത്രമാത്രം അത് ബുദ്ധിമുട്ടാവും. പിന്നെ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ഒറ്റ, പിന്നെ ആത്മഹത്യ ഒന്നിനും പ്രതികാരം ഇതല്ലല്ലോ. ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പോ അതോടുകൂടി പോകും. പക്ഷെ നമ്മളത് ജീവിച്ച് കാണിക്കണ്ടേ. അത് കാരണമാണ് ഞാൻ തെറ്റ് ചെയ്യാതെ, കാരണം എനിക്ക് ധൈര്യമായിരുന്നു. നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാല്ല, നമ്മൾ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ധൈര്യമായിട്ട്. പിന്നെ എനിക്ക് ബാധ്യതകൾ തീർക്കണം, അതൊക്കെയാണ് നമ്മൾ ജോലി എടുക്കുക, ജീവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കേസിന്റെ കാര്യം വേറെ അപ്ഡേറ്റ് ഒന്നും എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. ശ്രീമതി ഷീല സണ്ണി, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് ഇത്തരത്തിലൊരു വലിയ ദുരനുഭവം ഉണ്ടായത്. മകൻ പോലും താങ്കളെ തള്ളി പറഞ്ഞൊരു അവസ്ഥയുണ്ട്. പക്ഷെ അവരോടൊക്കെ പൊരുതി ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കണ്ടായിരുന്നു. ഇതിപ്പോ ഒരു ഒളിച്ചോട്ടം പോലെ ആയി പോയോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റാത്തത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒളിച്ചോട്ടമല്ല അത്. ഞാൻ പറഞ്ഞ മെയിൻ കാരണം, എനിക്കിപ്പോ എന്നെ ആര് കുറ്റപ്പെടുത്തിയെങ്കിലും എനിക്ക് വിഷമല്ല. എനിക്കറിയാം എന്നെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോവാൻ മെയിൻ കാരണം എനിക്ക് സാമ്പത്തികം തന്നെയാണ്. എനിക്ക് ബാധ്യതകളുണ്ട്, അത് എനിക്ക് തീർക്കണം. പാർലർ വെച്ചിട്ട് എനിക്ക് വാടക കൊടുക്കേണ്ട കൂടി എനിക്ക് പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വർക്ക് ഭയങ്കര കുറവായിരുന്നു. ഞാൻ 1 വർഷം ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ ഇനിയും മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും മെയിൻ കാരണം. അല്ലാണ്ട് ഇപ്പൊ നാട്ടുകാരെയോ അവരെയോ പേടിച്ചിട്ടല്ല ഞാൻ ഒളിച്ചോടിയത്. സാമ്പത്തികമാണ് എന്റെ മെയിൻ പ്രശ്നം. അതെ, ഈ സാമ്പത്തിക പ്രശ്നം അത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലായി. പക്ഷെ ഒരു മകന് അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ആ ഉത്തരവാദിത്വം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, താങ്കളെ കുടുക്കിയതാണെന്ന് വ്യക്തമായിട്ടും ഭാര്യയോ അവരുടെ കുടുംബത്തെയോ ഒന്നും തള്ളിപ്പറയാൻ താങ്കളുടെ മകൻ തയ്യാറായില്ല. ആ മകനോട് താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റി? അല്ല, അത് മക്കൾക്ക് അങ്ങനെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നു. ഇതിപ്പോ അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് എങ്ങനെയാന്ന് നമ്മളത് മുന്നോട്ട് അതിജീവിക്കണം. അതാണ് എന്റെ ഇത്. ഇപ്പൊ അവരെ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അവരെയും ഇവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതാണ്, ജയിലിൽ കിടന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഈ മനോഭാവത്തിൽ തന്നെ ആയിരുന്നു ശ്രീമതി ഷീല സണ്ണി? ചെയ്യാത്ത കുറ്റത്തിന് കുറെ അനുഭവിച്ചതല്ലേ, ഒരിക്കലും പുറത്തു വരരുതെന്ന് കരുതി തന്നെയാണ് മയക്കുമരുന്ന് കേസിൽ കുടുക്കിയത്. ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ട് താങ്കൾക്ക് തന്നെ ധാരണയുമുണ്ട്. എന്താണ് കാരണമെന്ന് താങ്കൾക്ക് ഇപ്പോഴും അറിയുകയില്ല. എന്നിട്ടും അവരോടൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു? ജയിലിലും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഈ മനോഭാവത്തിൽ തന്നെ ആയിരുന്നു? ഇത് ക്ഷമിക്കാ പറഞ്ഞെങ്കിൽ അങ്ങനെ അവർക്ക് എന്തായെങ്കിലും ശിക്ഷ കിട്ടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരാണെങ്കിലും, മകനാണെങ്കിലും മരുമോളാണെങ്കിലും അനിയത്തിയാണെങ്കിലും ആർക്കാണെങ്കിലും ശിക്ഷ കിട്ടും. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആരെയും ഞാൻ നമ്മളവരെ ക്ഷമിക്കണില്ല, പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അവര് അങ്ങനെ ചെയ്ത് പറയാനുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മളത് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് എനിക്കത് അങ്ങനെ പറയുന്നതിനോട് താല്പര്യം ഇല്ല. പിന്നെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടണം. അതില് ഞാൻ ഉറച്ച് നിൽക്കുന്നുണ്ട്. ഈ ചാനലിന് മുന്നിൽ വന്ന് അതിനെക്കുറിച്ചൊന്നും കുടുംബകാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് താങ്കൾ പറയുന്നു, അത് താങ്കളുടെ മാന്യത. പക്ഷെ ഇത്രയുമായിട്ടും മകൻ താങ്കളെ വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുറ്റസമ്മതം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അത് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അവരെല്ലാം ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ നമുക്കും ഈ പറയുന്ന ഈ നാരായണദാസിനെ എനിക്കറിയില്ല. സത്യമായിട്ട് ഈ നാരായണദാസിന്റെ പേര് ഞാൻ കേൾക്കണതിന് ചാനലിൽ വരുമ്പോഴാണ് ഞാൻ കേൾക്കണത്. ഈ ഒരു അറിയാത്ത വ്യക്തി എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? പിന്നെ ഞാനൊരു സാധാരണ സ്ത്രീ, എനിക്ക് ഈ മയക്കം വരുന്ന ആളുകളായിട്ട് ആരായിട്ടും എനിക്കൊരു അടുപ്പമില്ല. സാധാരണയായിട്ട് ജീവിച്ചു പോണ ഒരാള്. അല്ലാണ്ട് എന്നെ അങ്ങനെ കൊടുക്കാനായിട്ടും ആർക്കും, അത് ഞാൻ അത്ര വലിയ ആളൊന്നും അല്ലല്ലോ. ഇപ്പൊ സാമ്പത്തികമായിട്ടോ ഒന്നും കഴിവുള്ള ഒരാളല്ല. എനിക്ക് സ്വത്തോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണ എന്റെ ജീവിതം ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള എന്നെ കൊടുക്കണം പറഞ്ഞെങ്കിൽ എനിക്കും ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം അതാണ്. എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തത്? ഞാൻ അങ്ങനെ ഒരു ഉപദ്രവിക്കണ ഒരു അമ്മായിമ്മയോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എല്ലാരായിട്ടും ഒരു സമാധാനത്തില് പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കും അറിയണം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇപ്പോഴും എനിക്ക് അറിയാതെ ഒരു ഇതാണ്, എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ. ഇപ്പൊ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമാണെങ്കിൽ എന്നോട് പറയാമായിരുന്നു. ഇപ്പൊ അവർക്ക് തനിച്ച് നിൽക്കണം അങ്ങനെയൊക്കെ പറയാമായിരുന്നു. പക്ഷെ എന്തിനാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത്. ഇപ്പോഴും ആ കാരണം അറിയാതെ താങ്കൾ ചെന്നൈയിലാണ് ഉള്ളത്. കേരളത്തിൽ നിന്ന് പോയതിന് കാരണം പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് അത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ്. മുഴുവനായിട്ടും ചെന്നൈയിലേക്ക് പോയതാണോ അതോ മടങ്ങിവരവുണ്ടോ കേരളത്തിലേക്ക്? ഞാനിപ്പോ എല്ലാ മാസം വരുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഒക്ടോബറിലാണ് ഇവിടെ വന്നത്. ഞാനിപ്പോ എല്ലാ മാസം ലീവിന്, ഇപ്പൊ ക്രിസ്മസ് ലീവിന് 10 ദിവസം നാട്ടിൽ വന്നിട്ടുണ്ടായി. കഴിഞ്ഞ മാസം 2 ദിവസം വന്നിട്ടുണ്ടായി. അങ്ങനെയൊന്നുമില്ല. ഞാന് ഒളിച്ചോടി വന്നതൊന്നുമല്ല ഇവിടെ. ഞാനിപ്പോ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടണ വരുമാനം ഇപ്പൊ എനിക്കൊരു എമൗണ്ട് മാസം മാസം കിട്ടുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് എന്റെ ബാധ്യതയിലേക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ വന്നത്. അല്ലാണ്ട് കേരളത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടൊന്നുമില്ല. കേരളത്തിലേക്ക് എന്തായെങ്കിലും ഞാൻ വരും. എന്റെ ബാധ്യത ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോ ഞാന് കേരളത്തിലേക്ക് വരും. ഇപ്പൊ അടുത്ത മാസം വരാനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ എവിടെയാണ് തങ്ങാറ്? ഭർത്താവ് താങ്കൾക്കൊപ്പമാണോ, ചെന്നൈയിലാണോ ഉള്ളത് അതോ നാട്ടിലുണ്ടോ? ആള് അവിടെ തൃശ്ശൂരാണുള്ളത്, ചാലക്കുടിയില്. ഞങ്ങളൊരു വീട് എടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങള് വാടകയ്ക്ക് വീട് എടുത്തിട്ട് താമസിക്കുന്നു. പിന്നെ മോളുടെ വീടും അടുത്താണല്ലോ. ഇപ്പൊ ഹസ്ബൻഡ് അവിടെ, ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത വീട്ടിലാണ് ഹസ്ബൻഡ് ഉള്ളത്. അപ്പൊ മോളുടെ വീട്ടിൽ നിൽക്കും, അവിടെ നിൽക്കും. മനസ്സിലായി, വ്യക്തമാണ്. മാറി മാറി നിൽക്കും. ഇപ്പൊ ഉള്ളത് ചെന്നൈയിലെ കുഞ്ഞുങ്ങളെ നോക്കലാണ് ജോലി താങ്കളുടെ. കുഞ്ഞുങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം അവരുടെ കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെയും ഉണ്ടായ വലിയ മാനസിക സംഘർഷങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു കുറവുണ്ടാകുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ മനസ്സിന് ഇപ്പൊ നമുക്ക് ഒരു അറിയാത്ത സ്ഥലം, ഇവിടെ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാരായിട്ടും നല്ല ഇതായി അങ്ങനെ സമാധാനമായിട്ട് പോകുന്നുണ്ട്. പിന്നെ കേസിന്റെ കാര്യമാണ്, അത് എന്തായെങ്കിലും ഇപ്പൊ ആളെ കണ്ടുപിടിച്ച് അത് തെറ്റ് ചെയ്തവർക്ക് എന്തായെങ്കിലും ശിക്ഷ ഉറപ്പായിട്ട് കിട്ടും. അതിപ്പോ അങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ലല്ലോ. സാധാരണ ഒരു സ്ത്രീനെ ഒരു കാര്യമില്ലാതെ, അതും ഈ മയക്കമരുന്ന് കേസിലൊക്കെ ഇടുക പറഞ്ഞെങ്കിൽ എത്രമാത്രം ഞാൻ വേദന സഹിച്ചിട്ടുണ്ട്. എന്തോരം വാക്കുകൾ. ഇപ്പൊ കൂടി ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഈ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും കൂടി ബന്ധുക്കൾ വരെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ അവസ്ഥയാണ്. ബന്ധുക്കൾ വരെ എന്നെ വിളിക്കുക, ഒരു സമാധാന വാക്ക് നമുക്കിപ്പോ സാമ്പത്തികമായിട്ട് നമ്മൾ ആരും സഹായിക്കണ്ട, ഒരു സമാധാന വാക്ക് പറഞ്ഞെങ്കിൽ അത് നമുക്ക് എന്തൊരു ആസ്വാദമാണ്. പക്ഷെ ഇതുവരെ അവര് തന്നെ നമ്മളെ മനസ്സിലാക്കണില്ല. അപ്പൊ അതൊക്കെ എന്താ പറയാ, അത്രയ്ക്കും മാത്രം വേദന അനുഭവിച്ചിട്ട്. പിന്നെ എന്താ നമ്മള് ജീവിതത്തില് ഇതൊക്കെ ഒരു മനുഷ്യന്മാരെ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോഴാണല്ലോ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണത്. അങ്ങനെ എടുക്കണുള്ളൂ ഞാൻ. ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം, അല്ലെങ്കിൽ ഈ കള്ളക്കേസാണ് എന്ന് തെളിഞ്ഞ ശേഷം മരുമകളുടെ അനിയത്തിയെ കണ്ടിരുന്നു, അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട ആളെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിരുന്നോ അവരെ? ഇല്ല 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 ഇല്ല, അവരൊക്കെ ആരായിട്ടും ഇത് ഒരു കോണ്ടാക്റ്റും ഇല്ല. എനിക്ക് ഈ മരുമകളുടെ അനിയത്തി പറഞ്ഞെങ്കിൽ എനിക്ക് അവളുടെ ഫോൺ നമ്പർ ഒന്നും കൂടി എനിക്കില്ല. അപ്പൊ അനിയത്തിയുടെ നമ്പർ എനിക്ക് അതായത് ഈ സംഭവം നടക്കുമ്പോ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 4 മാസം എന്തോ ആയിട്ടുള്ളൂ. അല്ലാണ്ട് കുറെ കാലങ്ങളൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ഈ 1 വർഷം ഈ 4 മാസത്തിനുള്ളിലാണ് ഇവര് ഇങ്ങനെ ചെയ്തത്. അതിൻ്റെ ഉള്ളില് അതിന് പറഞ്ഞെങ്കിൽ ഞാൻ വീട്ടിലധികം ഉണ്ടാവില്ല. ഞാൻ കാലത്ത് പാർലറിൽ വന്നെങ്കിൽ രാത്രി 8 മണിയൊക്കെ ആവും വീട്ടിലെത്താനായിട്ട്. പിന്നെ ഫുൾ ടൈം അവളുടെ വീട്ടിലൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തിട്ടാ പ്രശ്നമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ എല്ലാ ചാനലും പറഞ്ഞിട്ടുണ്ട്, എനിക്കും അറിയില്ല അത് എന്തിനു വേണ്ടിയാ ചെയ്താണ്. പിന്നെ അവരുടെ ഫാമിലി ആയിട്ടും നമ്മൾ ഒരു കണക്ഷനും ഇല്ല. അതെ, ഈ LSD സ്റ്റാമ്പ് ആയിരുന്നല്ലോ വില്ലൻ, അത് കയ്യിൽ വെച്ചു എന്ന കള്ളക്കേസിലാണ് താങ്കൾ അറസ്റ്റിലായത്. ഇതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ച് അറിയുകയില്ല എന്നാണ് താങ്കൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയ മയക്കുമരുന്നുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
അതാണ് അത് എനിക്കറിയില്ല. ഇത് പറയുന്നത് ഞാനിത് എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ഇത് മയക്കമരുന്ന് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ ഇതിലുള്ളത് കഞ്ചാവ് മാത്രമാണ് എനിക്കറിയുള്ളൂ. നമ്മൾ ഈ സിനിമയിൽ കാണുന്നതൊക്കെ അറിയുള്ളൂ, അല്ലാണ്ട് നമ്മൾ നേരിൽ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഈ സ്റ്റാമ്പ് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. മയക്കമരുന്ന് സ്റ്റാമ്പിന്റെ രൂപത്തിലുള്ളത് എന്നൊക്കെ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മളത് കാണാൻ പക്ഷെ ഇപ്പൊ വാർത്തകളൊക്കെ വരുമ്പോ ഞാൻ പേപ്പറിൽ ആദ്യമൊന്നും എനിക്ക് ഈ വാർത്തകളൊന്നും ഞാൻ വായിക്കാറില്ല. അവിടെ പിടിച്ച് ഇപ്പൊ ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ഇത് ഇപ്പൊ ഓർക്കും ഞാൻ, ദൈവമേ ഇത് സത്യമായിരിക്കുമോ, ഇത് എന്നെ മാതിരി ഇനി ആരെങ്കിലും കൊടുക്കാനൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ വാർത്ത വായിക്കുമ്പോ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അന്ന് താങ്കൾ അറസ്റ്റിലായ സമയത്ത് തലകുനിച്ച് വളരെ നിസ്സഹായമായി നിൽക്കുന്ന താങ്കളുടെ ഒരു മുഖം, അത് മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. ആ സമയം എന്തായിരുന്നു താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത്? ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കരുതിയിരുന്നോ? അതായത് എനിക്ക് ആ സമയത്ത് എന്താ നടക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ ഒരു സാധനം ഇവരൊക്കെ വരുമ്പോ തന്നെ ഞാൻ ആകെ പാർലറിൽ അന്ന് ഞാൻ മയക്കമരുന്ന് ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് വരുമ്പോ തന്നെ ഞാൻ ആകെ കൂളായിട്ട് നിൽക്കുകയാണ്. ഇത് എന്റെ കയ്യിലില്ലല്ലോ, ഇവര് അന്വേഷിച്ചിട്ട് പോകും. ഞാൻ വിചാരിച്ചപ്പോ വേറെ ആരെങ്കിലും നമ്മളെ വെറുതെ എന്തെങ്കിലും വേണ്ടി ഇങ്ങനെ പറഞ്ഞതായിരിക്കും, ചിലപ്പോ പാർലർ ചീത്തയാക്കാം, അങ്ങനെ വിചാരിച്ചതാണ് ഞാന്. പക്ഷെ ഇവര് എടുക്കണവർക്ക് ഞാന് ആകെ കൂളായിട്ട്, അത് കഴിഞ്ഞ് ഇവര് എടുത്തിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെ കുറിച്ച്. അതായത് ഇതിന്റെ സീരിയസ്നെസ് എനിക്കാണ്. ഇത് ഞാൻ ജയിലിലേക്ക് പോകും, എനിക്ക് ഇത്ര ശിക്ഷ കിട്ടും, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവര് എന്നെ കൊണ്ടുപോകുമ്പോഴും എഴുതുമ്പോൾ ഞാൻ ഒരു വികാരമില്ലാതെ, ഒരു ജീവനില്ലാതെ ഒരാളെ മാതിരിയാണ് ഞാൻ ഇവരുടെ പിന്നിൽ പോണത്. അവിടെ പോയിട്ട് ഇവര് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും. പക്ഷെ കുറെ ഓഫീസർമാർ എന്നോട് മാറി മാറി ചോദിക്കുകയാണ്. പക്ഷെ ഞാനപ്പോ ഓർത്തത് ഞാൻ എന്തായെങ്കിലും പെട്ടു, ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടും ഇവരെന്നെ വിശ്വസിക്കൂല. അത് കാരണം ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമുണ്ട് ഒരാള്, ദൈവത്തിനെല്ലാം അറിയാം സത്യ അവസ്ഥ എന്താണ്, ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലാണ്, ഇത് എങ്ങനെ വന്നതാണ് അറിയില്ലാണ്ട് ദൈവത്തിനറിയാം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണാവോ അതുപോലെ നടക്കട്ടെ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ആ സമയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ, ആത്മഹത്യയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. മരിച്ചെങ്കിൽ മതിയെന്നൊക്കെ ഞാൻ അതിപ്പോ ആരാണെങ്കിലും അങ്ങനത്തെ ഒരു, പിന്നെ ജയിലിൽ പോയെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു ഈ ന്യൂസ് ഇത്ര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജയിലിൽ പോയി മൂന്നാമത്തെ ദിവസമാണ് ഹസ്ബൻഡും മരുമോനൊക്കെ കാണാൻ വന്നപ്പോഴാണ് അവര് എന്നോട് പറയണത്, അത് ഭയങ്കര എല്ലാ ചാനലിലും ഉണ്ടായി നിന്റെ മുഖം, അങ്ങനെയാണ് അവര് പറയുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് ഇത്ര വൈറലായ കാര്യവും ഞാൻ അറിയുന്നത്. പിന്നെ നമ്മള് എങ്ങനെയാണ് ആ സമയത്ത് ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് അത് എങ്ങനെയാ, പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് ദൈവം ഒരു ശക്തി തന്നതാണ് ആ സമയത്തുള്ള ധൈര്യമായിട്ട് നിൽക്കാനായിട്ടും. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല, അതാണ് ഏറ്റവും മെയിൻ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ധൈര്യത്തോടു കൂടി. എന്താണ് ഇനിയുള്ള പ്രതീക്ഷ? എന്താണ് കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്? പ്രതീക്ഷയാണോ നീതി കിട്ടുമെന്ന്? കേസിനെ കുറിച്ച് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ 3 മാസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ ഇത് സമർപ്പിച്ച് കേസ് ക്ലോസ് ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നീതി കിട്ടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. നീതി കിട്ടും, കിട്ടാതിര സത്യം എന്നായെങ്കിലും ജയിക്കുമല്ലോ. അതില് പിന്നെ അവരുടെ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ആരുടെ കാര്യം ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കേസിന്റെ കാര്യം അറിയില്ല. പിന്നെ ന്യൂസ് ഇങ്ങനെ വരുന്നത് ഓരോരുത്തർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതും ഇങ്ങനെ ഓരോരുത്തർ എനിക്ക് ഇങ്ങനെ അയച്ചു തരുമ്പോഴാണ് ഞാൻ ഈ കേസ് നോക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾക്ക് നീതി കിട്ടണം. വലിയ പോരാട്ടമാണ് താങ്കൾ നടത്തിയത്. ഇനിയും അത് മുന്നോട്ട് പോകട്ടെ. ചെന്നൈയിലാണുള്ളത്, ജോലി ചെയ്ത് ജീവിക്കുന്നു, അതിൽ അഭിമാനമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി ശ്രീമതി.